These we have our two alumni today. നമ്മളുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് now they have achieved great heights in you know where they're proud of themselves. So അങ്ങനത്തെ രണ്ട് പേര് we could only involve two people കാരണം ബാക്കിയുള്ളവർ still working ആണ്. They didn't they couldn't make it here. Now I'll move to Miss Salma. You there? Hi, Archana. Good morning. Good morning, everyone. I hope I am audible. Archana, you are on mute. Yeah, you're audible. You're audible. Thank you for joining, Salmat. Yeah. Hi, good morning, everyone. Good morning. I Good cannot. morning. Yeah. Good morning. Yeah. So, yeah. Good morning. Good morning. Okay. Let me introduce first myself. Myself, Salmat. ഞാൻ ഇപ്പോൾ ഒരു സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഇവിടെ ദുബായിൽ എമിറേറ്റ്സ് എയർലൈൻസ് IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. Husna, can you go on mute, please? Thank you. So, എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത് Outreach Academy for sharing my story, how Outreach helped me to be in this position, how I can that helped me to build my career. Thanks for inviting me. Outreach എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 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 ഏരിയ ഒരു എന്താ പറയുക എൻ്റെ ലൈഫിലെ തന്നെ ഒരു പാർട്ടാണ്. I always remember Outreach, so I just want to share my story with Outreach. ഞാൻ ഹുസ്നയുടെ സ്റ്റോറി ഞാനിപ്പോ കേട്ടപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ഒരു സ്റ്റോറി എനിക്ക് ഈ സൈഡിലുണ്ട്. I was also a post graduate in MCA. ഞാൻ MCA പഠിച്ചിറങ്ങിയതിന് ശേഷം as she shared, I also appeared for many campus interviews, but no luck. ഞാൻ ഒന്നിലും സെലക്റ്റഡ് ആയില്ല. Then after that I continued for the interviews. പല പല interviews എല്ലാം അറ്റൻഡ് ചെയ്തു, ചെറിയ കമ്പനീസ് വലിയ കമ്പനീസ്, but everywhere I failed. What I realized that what we are learning in academics, നമ്മളുടെ ഗ്രാജുവേഷൻ ആയിക്കോട്ടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, that is not enough to enter into an IT industry. There where I lost, and I was keep searching for jobs, appearing interviews, failing, any lost. Um, there, I almost spent about 1 year to search for jobs. And on the other side, what happened to me is I was having a loan, education loan. I have to pay that loan also. That was really difficult for me because financially there is no other support from my family. ഞാൻ ചെറിയ ചെറിയ ജോലി ഒരു ചെറിയൊരു ഡാറ്റ എൻട്രി ജോലിക്ക് അവസാനം ജോയിൻ ചെയ്തു ബിക്കോസ് ഐ വോണ്ട് ടു പേ ദാറ്റ് ലോൺ. ഐ കനോട്ട് എനിക്ക് എൻ്റെ പാരൻസിനെ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ഡാറ്റ എൻട്രി ജോബ്സിന് കയറി. ഫ്രം ദാറ്റ് മൊമെന്റ് ഐ വാസ് ലൂസിങ് മൈ കോൺഫിഡൻസ്. ഒരു IT കരിയർ എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഡ്രീമിൽ നിന്ന് പോയി തുടങ്ങി, എൻ്റെ ലൈഫിൽ നിന്ന് പോയി തുടങ്ങി. കാരണം ഇറ്റ്സ് ലൈക്ക് എ ബ്രേക്ക്. എനിക്ക് എൻ്റെ IT കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ ആ ജോബായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഐ വാസ് ഓൾമോസ്റ്റ് എവേ ഫ്രം ദാറ്റ് IT industry. That moment, one of my friend told me about the Outreach Academy. They told like they are giving trainings. ഇങ്ങനെ ലോസ്റ്റ് മീൻസ് കരിയർ ബ്രേക്ക് ആയവർക്കും പുതിയ ഫ്രഷേഴ്സിനും എല്ലാം ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമുക്കും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ വി ഓൾസോ ക്യാൻ സ്റ്റാർട്ട് അവർ കരിയർ. അവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ എല്ലാം വളരെ വലുതാണ്. ദാറ്റ് മൊമെന്റ് ഐ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ഷുഡ് ഐ, ബിക്കോസ് ഞാനിപ്പോ ഒരു ഫിനാൻഷ്യൽ വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടിയും ഞാൻ എൻ്റെ ലോൺ അടയ്ക്കുന്നു, പോകുന്നു, മന്ത്ലി സാലറി കിട്ടുന്നു. ഷുഡ് ഐ കണ്ടിന്യൂ വിത്ത് ദാറ്റ് ഓർ ഷുഡ് ഐ ഗോ ടു ദാറ്റ് ട്രെയിനിങ് സെഷൻ? ബിക്കോസ് അത് എനിക്കൊരു വലിയൊരു ഡിസിഷൻ പോയിന്റ് ആണ്. കാരണം ഞാനിവിടെ ഇത് നിർത്തിവെച്ചിട്ട് അത് തുടങ്ങിയാൽ ഐ ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് എ ജോബ് ആഫ്റ്റർ ദാറ്റ്. ആൻഡ് ഞാൻ അതായിരിക്കും അവിടെ നിന്ന് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ എനിക്ക് മുന്നോട്ട്, പിന്നെ തിരിച്ച് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് വേറൊരു ജോലി സെർച്ച് ചെയ്യുക, ഇതൊന്നും എളുപ്പമല്ലായിരുന്നു. But that friend gave me enough confidence to join that training.
ഞങ്ങൾ ജോയിൻ ചെയ്തു. ഞാൻ ഐട്രിച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷം ദേ ഗേവ് മി എ ചാൻസ് ടു ലേൺ ജാവ under the guidance of Shamir sir. That was my first step of my career and the life-changing moment which I got from training on these Java technologies. See, the training methodologies, the depth of the content they are giving, the techniques they are using, everything was excellent, and that was the base of my career. ഇതിന്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് വെച്ചാൽ after attending this training session, the first interview I appeared, that was for the Lulu Finance Group. അവരുടെ IT-ലേക്ക് ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ അപ്പിയർ ചെയ്തത്. ദാറ്റ് വാസ് അവര് പറഞ്ഞത് ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാരണം ഏതൊരു ഏരിയനെ കുറിച്ച് ചോദിച്ചാലും ഐ ഹാവ് സം ആൻസേഴ്സ് ടു ടെൽ. ജാവ ആയിക്കോട്ടെ, വേറെ ഏത് ടെക്നോളജിനെ കുറിച്ച് ചോദിച്ചാലും ദർ ഇസ് എൻ ആൻസർ ഫോർ മീ. അവർ പറയുന്നത് ഇതുപോലെ എല്ലാ ഏരിയനെ കുറിച്ച് അറിയുന്നവർ വളരെ കുറച്ചാണ് ഇന്റർവ്യൂസിന് അപ്പിയർ ചെയ്യുന്നത്. ഫ്രം വേർ ഐ ഗോട്ട് ദിസ് ഇസ് ഫ്രം ദ ഐട്രിച്ച്. ഐട്രിച്ചിന്റെ ആ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റ്, ദ ഏരിയാസ്, ബിക്കോസ് ദർ ഈസ് the content is preparing by very much experienced people in the IT. അവര് IT ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദേ നോ വാട്ട് ദ IT ഇൻഡസ്ട്രി മീൻസ്. ബേസ്ഡ് ഓൺ ദാറ്റ് ദേ ആർ പ്രിപ്പയറിംഗ് ദി കണ്ടന്റ്. ആ ഒരു മൊമെന്റിലാണ് എനിക്ക് ഈ ഐട്രിച്ച് തന്ന ട്രെയിനിങ്ങിന്റെ വാല്യൂ ശരിക്കും മനസ്സിലായത്. ഇത് ഞാൻ അവിടെ ഞാൻ ആ ഫിനാൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷമാണ് അവർ എന്നോട് പറയുന്നത് ദാറ്റ് ഇന്റർവ്യൂ വാസ് വെരി മച്ച് ടഫ്. ബിക്കോസ് അതിനുശേഷം അവരുടെ IT ഹെഡ് എന്നെ ഇന്റർവ്യൂ ചെയ്തു. ദാറ്റ് ഗായ് ട്രൈഡ് ടു എന്നെ എന്താ പറയുന്നത്, ഒരുപാട് രീതിയിൽ ഇന്റർവ്യൂവിൽ എന്നെ ആൻസർ പറയിപ്പിക്കാതിരിക്കാൻ ട്രൈ ചെയ്തു. അവർ പ്രാക്ടിക്കലി ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നമ്മളൊരു ഫ്രഷർ, ഞാൻ അപ്പോഴും ഒരു ഫ്രഷറാണ്. ഞാനൊരു ട്രെയിനിങ് കഴിഞ്ഞു, ഐട്രിച്ചിന്റെ ട്രെയിനിങ്. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു പ്രാക്ടിക്കൽ നോളജ് മാത്രമാണ് എന്റെ കയ്യിലുള്ളത്. അവർ പ്രാക്ടിക്കലി എന്നോട് ഒരു വലിയൊരു എന്നോടൊരു പ്രൊജക്ട് തന്നിട്ട് അവരത് എനിക്കൊരു ഒരു ക്വസ്റ്റ്യൻ തന്നു, ഒരു 2 ദിവസത്തെ ടൈമും തന്നു. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ഇറ്റ് വാസ് റിയലി ബേസ്ഡ് ഓൺ പ്രാക്ടിക്കൽ. അത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 1 hour 2 hour സെഷൻ അവർ അതിനെ കുറിച്ചിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്തു. എനിക്കത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഓൺലി ബിക്കോസ് ഓഫ് ദ ട്രെയിനിങ് ഫ്രം ഐട്രിച്ച്. അത്രയ്ക്കായിരുന്നു അവർ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഐട്രിച്ചിന്റെ ട്രെയിനിങ് ആൻഡ് ദ പ്രാക്ടിക്കൽ സെഷൻസ് ദേ വർ ഗിവിംഗ്. ആ ഒരു വാല്യൂ ഞാൻ അപ്പോഴാണ് മനസ്സിലായത്. ദാറ്റ് വാസ് മൈ സ്റ്റാർട്ട് ഓഫ് മൈ കരിയർ. There I worked, then I joined here. There I worked for 4 years. Then I joined here in Dubai in Emirates Airlines industry. Now I am handling 8 to 10 people of group and delivering tier 1 applications. എൻ്റെ ടീമില് TCS, IBS അങ്ങനെ പല കമ്പനിയിൽ ജോയിൻ ചെയ്ത് വന്ന ടീമുണ്ട്. അത്രയും ടീം മീൻസ് ബിഗ് കമ്പനീസ് വന്ന പീപ്പിളിനെയാണ് ഞാൻ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. I can differentiate the knowledge which they have. ഞാൻ വന്നത് ഒരു ട്രെയിനിങ്ങും ഒരുപാട് എന്താ പറയാ ഒരു വലിയൊരു ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് വന്നത്. They just have the working experience. The knowledge difference we have that I can realize. ഏതൊരു ഏരിയയിൽ പോയാലും നമുക്കൊരു ബേസ് ഉണ്ട് എപ്പോഴും. ഈ ഐട്രിച്ചിൽ നിന്ന് കിട്ടിയ ഒരു ബേസ്, ആ ബേസിൽ നിന്ന് എനിക്ക് അടുത്തൊരു ലെവലിലേക്ക് ലേൺ ചെയ്ത് പോകാൻ പറ്റുന്നത് ഇപ്പോഴും ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു എഫക്റ്റ് ആണ്. ഇപ്പോഴും ഓക്കെ, ഒരു IT ഇൻഡസ്ട്രിയിൽ നമ്മൾ ജോയിൻ ചെയ്താൽ ദ ലേണിംഗ് ഇസ് നോട്ട് സ്റ്റോപ്പിംഗ്. യു ഹാവ് ടു കണ്ടിന്യൂ ലേണിംഗ് ടു റീച്ച് ദ നെക്സ്റ്റ് ലെവൽ. ഈച്ച് ആൻഡ് എവറി ഡേ യു ഹാവ് ടു റിസോൾവ് പ്രോബ്ലംസ്. ഫോർ ദാറ്റ് യു ഹാവ് ടു കണ്ടിന്യൂ ലേണിംഗ്. ആ ഒരു ക്വാളിറ്റി, എങ്ങനെ നിങ്ങൾക്കൊരു ടെക്നോളജി പഠിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തെ കുറിച്ച് പഠിക്കാം, ഹൗ ടു സെർച്ച്, ഈവൻ ഇഫ് യു ഗൂഗിൾ ഇൻ സെർച്ച് you will get many things, but how to go in the right direction, അതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ 5 minutes സ്പെൻഡ് ചെയ്യുന്നതിന് 5 hours സ്പെൻഡ് ചെയ്യേണ്ടി വരും. So each and every day you have to learn, each and every moment you have to learn being in an IT industry. ആ ഒരു ബേസ് എനിക്ക് കിട്ടിയത് ഐട്രിച്ചിൽ നിന്നാണ്. എങ്ങനെ നിങ്ങൾക്ക് ലേൺ ചെയ്യാം, ഒരു പുതിയൊരു ടെക്നോളജി എടുത്താൽ എങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ഒരു ലേണിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം, അതിന്റെ ഒരു ബേസ്, അതിന്റെ ടെക്നിക്സ്, മെത്തഡോളജീസ്,
അതെല്ലാം എനിക്ക് കിട്ടിയത് ഐട്രിച്ചിൽ നിന്നാണ്. ഇന്നും ബീയിങ് ഇൻ ദിസ് പൊസിഷൻ ഓൾസോ ദ ഐട്രിച്ച് ഈസ് directly or indirectly helping me to achieve my career growth still. And now this moment I am using to say thanks to Irish Academy and especially Simil sir and Nirmal sir to guiding me to for giving me a guidance light in my career growth. Yeah, thanks to all. Archana. Sure, Salmat. We'll be conveying this to Shemi sir and Nirmal sir, everyone whoever guided you. We'll be conveying that. Thanks for your time, Salmat. Thanks a lot.